ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളിയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ചെമ്പുപാളിയാണ്. അവിടെ ചെന്നൈയിൽ കിട്ടിയ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ്, എല്ലാവരും ചെമ്പ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. 2-3 കാര്യങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഭക്തജനങ്ങൾ ഇന്ന് വളരെയേറെ വ്രണിത ഹൃദയരാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും ധ്വംസിക്കുന്നതാണ്. കാരണം ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ കാവൽക്കാരായി നിൽക്കുന്നവർ, അത് ദേവനെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വളരെ അന്ധശാസ്ത്ര വിധി അനുസരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ശബരിമലയിലെ ഈ ദ്വാരപാലകർ എന്ന് പറയുന്നത് കടുത്ത സ്വാമിയും അതുപോലെ തന്നെ ഈ വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറുപ്പ സ്വാമിയുമാണ്. അപ്പോൾ കറുപ്പയും അതുപോലെ കടുത്ത സ്വാമിയും ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ അനുചരന്മാരായി, തോഴരായി, അയ്യപ്പനോടൊപ്പം തന്നെ ബഹുമാന്യരായി, ആദരണീയരായി അയ്യപ്പ ഭക്തന്മാർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ ഹൃദയത്തിൽ എന്നും ഒരു വികാരമായി കൊണ്ടു നടക്കുന്നതാണ്. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വളരെ വേദനയോടെ, ദുഃഖത്തോടെ, അമർഷത്തോടെ, ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നൊരക്ഷരം പോലും മിണ്ടുന്നില്ല? ഇതേക്കുറിച്ച് ഉത്തരം പറയണ്ടേ? അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാതോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ. ഇതിൻ്റെ ഖ്യാതിയെക്കുറിച്ച്, ആഗോളതലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞ ആളാണല്ലോ. എന്താ ഇപ്പോഴൊന്നും മിണ്ടാത്തത്? എന്താണ്? എന്തുകൊണ്ട് അന്നത്തെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും അതുപോലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി അതിനുശേഷം അവിടെ 2019 ഒരു സ്വർണ്ണ പൂശി എന്ന് പറയുന്ന ഒരു ഗോളക സ്ഥാപിക്കുകയുണ്ടായി. ഒരു ആവരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടിയാണ് സ്ഥാപിച്ചത്. 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടി സ്ഥാപിച്ചിട്ട് 6 വർഷത്തിന് ശേഷം അത് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം അത് തന്ന ആ സ്മാർട്ട് ക്രിയേഷൻസ് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. കാരണം 2 പേരും അതിൻ്റെ ഉത്തരവാദികളാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? 2025 സെപ്റ്റംബർ മാസം അതേ ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയി പുനർനിർമ്മിച്ച് കൊണ്ടുവരാൻ, ഇത് സ്വർണം പൂശി കൊണ്ടുവരാൻ അവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തെറ്റ് ചെയ്തു. വളരെ അങ്ങേയറ്റത്തെ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ക്ഷമിക്കാനാവാത്ത, ആർക്കും പൊറുക്കാനാവാത്ത വലിയൊരു തെറ്റാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ആ 40 വർഷത്തെ ഗ്യാരൻറ്റിയുള്ള ആ സ്വർണം പൂശിയ ആ ഗോളക എന്തിനാണ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടി കൊടുത്തത്? എന്ത് കേടുപാടാണ് അതിന് സംഭവിച്ചത്? 6 വർഷം കൊണ്ട് എന്ത് കേടുപാട് സംഭവിച്ചു? ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അതിന്.